നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലാജി നാരായണസ്വാമി രാമനാഥൻ. എൻ്റെ ചാനൽ എന്നെയാണ് STR സ്കൂൾ ഓഫ് വിസ്ഡം. ഇതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം മായമ്മയെക്കുറിച്ച്, ശ്രീനാരായണ ഗുരുവും മായമ്മയെക്കുറിച്ചുള്ള ഒരു പേപ്പർ എനിക്ക് വാട്സാപ്പ് ചെയ്തായിരുന്നു. അപ്പം അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇന്നിപ്പം വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ബുക്കിൻ്റെ ടൈറ്റിൽ കൊടുത്തിട്ടില്ല. ശിവായം ശ്രീ ഗുരുവേ നമഃ, കൊട്ടാരം മായമ്മ. അവധൂത വിശിഷ്ടയായ മായമ്മയുടെ സമാധി നാഗർകോവിലിൽ നിന്നും കന്യാകുമാരിയിലേക്ക് പോകുന്ന വഴിയിൽ ഒറ്റയടിക്ക് മരുത്വാമല സമീപം കൊട്ടാരം എന്ന സ്ഥലത്താണ്. അമ്മയെക്കുറിച്ച് ചില പുസ്തകങ്ങളിൽ നിന്നുള്ള ചെറിയ സൂചനകളും പലരും പറഞ്ഞ് വാമൊഴിയായി കിട്ടിയ അറിവുകളും മാത്രമേ ഇതുവരെ ലഭ്യമായിട്ടുള്ളൂ. മായമ്മ ഈത്താമൊഴിയിൽ സമാധിസ്ഥാനിയായിരുന്ന ശ്രീ കോമ്പെ സ്വാമിയുടെ സമകാലികയും ശിഷ്യയും ആയിരുന്നുവെന്ന് സ്വാമിയുടെ കുറിച്ച് തയ്യാറാക്കപ്പെട്ടുള്ള പുസ്തകങ്ങളിൽ പറയുന്നു. ഈ രണ്ട് അവധൂത ശ്രേഷ്ഠരുടെയും സമാധി ഇരുത്തൽ നിർവഹിച്ചത് സ്വയം പൂർണ്ണാനന്ദ സ്വാമി, പട്ടാളം സ്വാമികളാണ്. അമ്മയുടെ സമാധി ഇരുത്തൽ ചടങ്ങുകളുടെ ചിലവുകൾ നിർവഹിച്ചത് മുൻ കളക്ടർ ശ്രീമതി ഓമന കുഞ്ഞമ്മ ആണെന്ന് പറയപ്പെടുന്നു. സമാധി ഇരുത്തൽ ചടങ്ങുകൾ നടത്തുന്നതിന് ശേഷമുള്ള കാലത്തെക്കുറിച്ച് വ്യക്തമായ അറിവുകളില്ല. പറഞ്ഞു കേട്ട ചില അറിവുകൾ നമുക്ക് പങ്കുവെക്കാം. സമാധിയിൽ വളരെ കാലം അന്നദാനം നടത്തിയിരുന്നു. സമാധിയിൽ പൂജയും വിളക്കുവെക്കലും നടന്നിരുന്നത് കൊട്ടാരത്തിലെ ഒരു വീട്ടുകാരായിരുന്നു. പ്രശസ്ത ഭവനത്തിലാവാം അമ്മയുടെ ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു എന്ന് അറിയുന്നു. ചിത്രത്തിൽ അമ്മ പരിഭ്രാജക വേഷത്തിലുള്ള വിവേകാനന്ദ സ്വാമികളുമായി രൂപസാദൃശ്യം ഉണ്ടായിരുന്നു അത്രേ. ഇത് പേജ് നമ്പർ 2 നിന്നാണ്. അടുത്ത പേജിൽ അമ്മയുടെ സമാധി സ്ഥലം അന്വേഷിച്ചു വന്ന ചില സാധകർ സമാധിയുടെ മൂടി മാറ്റി നോക്കിയപ്പോൾ സമാധിസ്ഥയായിരുന്ന അമ്മയെ കണ്ട് പെട്ടെന്ന് അത് അടച്ചു എന്നൊരു ഉപാസകൻ പറയുകയുണ്ടായി. ദേഹബോധം പോലും നഷ്ടപ്പെട്ട് നടന്നു പോകുന്ന അമ്മ ശരീരത്തിന് ഭാരമില്ലാതെ ഒരു പഞ്ഞിത്തുണ്ട് പോലെ ആകാശത്തിലേക്ക് പറന്നുയരുന്നത് പലരും കണ്ടിരിക്കുന്നു. ബ്രഹ്മനിഷ്ഠനായ ഗുരുനാഥൻ ശ്രീ സാധുഗോപാലപിള്ള സ്വാമികൾ പലപ്പോഴും അമ്മയെ കാണാൻ വരുമായിരുന്നു അത്രേ. അമ്മ ഒരു കുഞ്ഞിനെ എന്ന പോലെ സ്വാമികളെ ഒക്കത്തെടുത്ത് നടക്കുമായിരുന്നുവെന്ന് ശരറാന്തൽ എന്ന പുസ്തകത്തിൽ വിശദീകരിച്ചിരിക്കുന്നു. ശരറാന്തലിലെ അമ്മയുടെ രൂപവർണ്ണം ഇപ്രകാരം: 5.5 അടി പൊക്കം, അതിനൊത്ത വണ്ണം, തീജ്വാല ചിതറുന്ന നേത്രങ്ങൾ, ചെമ്പിച്ച ജടാഭാരം, അരയിൽ കാക്കത്തൂവലുകൾ തുന്നി ബന്ധിച്ചിരിക്കുന്നു. കണ്ടാൽ ആരും ഭയന്ന് അടുത്തു പോകില്ല. രാത്രിയിലും സഞ്ചരിക്കും. ചുറ്റുമുള്ളവർ കിടങ്ങുന്ന ശബ്ദാഘോഷം. കാലാന്തരത്തിൽ സമാധിയിലെ അന്നദാനവും പൂജയും വിളക്കുവെക്കലും മുടങ്ങിപ്പോയി. അമ്മയുടെ ചിത്രവും കൈമോശം വന്നു. പ്രസ്തുത പുണ്യഭൂമി കാട് കയറി അറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലായി തീർന്നു. എന്നിരുന്നാലും പല ജിജ്ഞാസുക്കളും സാധകരും സമാധി സ്ഥലം അന്വേഷിച്ച് കണ്ടെത്തി ഇവിടെ ഇരുന്ന് ധ്യാനിച്ചിരുന്നു. സമാധി സ്ഥലത്ത് എന്തോ ചില അടയാളങ്ങളും സ്ഥാപിച്ചിരുന്നു അത്രേ. ഏകദേശം 2 ദശാബ്ദത്തിന് മുൻപ് ഈ സമാധി സ്ഥലം കണ്ടെത്തി ഇന്ന് കാണുന്ന രൂപത്തിൽ പുനർനവീകരിച്ചത് സ്വരൂപാനന്ദ സ്വാമികളാണ്. അദ്ദേഹം അമ്മയുടെ സമാധി ഇരുത്തൽ ചടങ്ങുകൾ നിർവഹിച്ച് പട്ടാളം സ്വാമികളുടെ ശിഷ്യനാണ്. നാലാമത്തെ പേജിൽ നിന്ന് ഈ കാലത്ത് നടന്ന ഒരു സംഭവം പറയാം. കന്യാകുമാരിയിലേക്ക് നാമെല്ലാം യാത്ര ചെയ്തു വരുന്ന പാതയുടെ
വീതി വർദ്ധിപ്പിക്കൽ, നവീകരണം എന്നിവ നടക്കുകയാണല്ലോ. പോറ്റേടി ഭാഗത്തെല്ലാം സമാധിയുടെ വശത്താണ് വിപുലീകരണവും സ്ഥലം ഏറ്റെടുക്കൽ എങ്കിൽ സമാധി ഇരിക്കുന്ന കൊട്ടാരം ഭാഗത്തേക്ക് എത്തുമ്പോൾ അത് എതിർവശത്തേക്ക് മാറിയാണ്. എങ്ങനെ അത്തരം ഒരു തീരുമാനം എടുക്കപ്പെട്ടു? ആരുടെ ശുപാർശ? സ്വാധീനം? മഹാത്മാക്കളുടെ മഹത്വം അളക്കൽ? കടൽ ജലം അളന്ന് തിട്ടപ്പെടുത്താൻ തുനിയും പോലെയാണ്. ആർക്ക് കഴിയും? സ്വരൂപാനന്ദ സ്വാമികൾ അമ്മയുടെ സമാധിയിൽ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി പൂർത്തീകരിച്ചത് ചിങ്ങമാസത്തിലെ പൗർണമിക്കാണ്. അങ്ങനെ അന്നു മുതൽ ചിങ്ങമാസത്തിലെ പൗർണമി ദിവസം വാർഷികമായി ആചരിച്ചു വരുന്നു. അമ്മയുടെ മഹാസമാധി നടന്നത് 18/4/1939 എന്നൊരു സൂചന ലഭ്യമായിട്ടുണ്ട്. അന്നൊരു ശനിയാഴ്ച ആയിരുന്നു അത്രേ. ഈ വർഷം 8/4/2017 മുതൽ ശ്രീ ശിവൻ ചേട്ടൻ്റെ മരുത്വമല നേതൃത്വത്തിൽ പ്രസ്തുത ദിവസം സമാധി വാർഷികമായി ആചരിക്കുന്നു. ചില സൂചനകൾ പേജ് നമ്പർ 4 അമ്മയെക്കുറിച്ച് മഹാഭക്തരായ ശ്രീ ഭക്തൻ പരമേശ്വരൻ പിള്ളയുടെ ഈശ്വരാസമൃതം എന്ന കൃതിയിൽ ഇപ്രകാരം പറയുന്നു. സുശീന്ദ്രൻ ക്ഷേത്ര സന്നിധിയിൽ വളരെ കാലം ചുറ്റി സഞ്ചരിച്ച വസ്ത്രം പോലും മറന്ന് ദേഹാഭിമാനം നശിച്ച് ഒരു മായിയമ്മ എന്ന യോഗിനിയുടെ സമാധി വിഗ്രഹം കൊട്ടാരം എന്ന നാഞ്ചിനാട്ടിൽ സിമന്റ് റോഡരിയിൽ ചാനലിന് സമീപം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇപ്പോൾ സമാധിയിൽ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വൈകുന്നേരം പൂജ നടക്കുന്നു. എല്ലാ മാസവും തിരുവാതിര നാളിൽ ശ്രീ അരുൾജ്യോതി വള്ളലാർ സ്വാമികൾ രചിച്ച അഹവൽ പാരായണം എന്നിവ നടക്കുന്നു. വാർഷികങ്ങൾക്ക് അഖണ്ഡനാമജപം, സമാധി പൂജ, ആധ്യാത്മിക സദസ്സ്, അന്നദാനം എന്നിവ നടത്തപ്പെടുന്നു. മഹാശിവരാത്രിക്ക് ശിവരാത്രി പൂജയും നടക്കുന്നു. പൗർണമിക്ക് പ്രത്യേകം പൂജ നടത്തപ്പെടുന്നു. ഇനിയും പല പല വിവരങ്ങളും ലഭിക്കാനുണ്ട്. എല്ലാവരും അന്വേഷിക്കൂ. അമ്മയുടെ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ഈ കുറിപ്പ് വിപുലീകരിക്കാം. സമാധിയിലെ കാര്യങ്ങൾ മേൽനോട്ടം വഹിച്ച് നടത്തുന്നത് നമുക്കെല്ലാം പ്രിയങ്കരനായ ശ്രീ ശിവൻ ചേട്ടൻ മരുത്വമലയാണ്. ഫോൺ നമ്പർ 8994129542. മരുത്വമല രാമായണ കാലത്തോളം പഴക്കമുള്ളതാണ്. മരുത്വമല കന്യാകുമാരിക്ക് പോകുന്ന വഴിയിൽ പൊറ്റേടി എന്ന സ്ഥലത്ത് കാണപ്പെടുന്ന മഹാപർവ്വതം എക്കാലത്തും സാധകരുടെയും ജിജ്ഞാസുക്കളുടെയും സങ്കേതം. മഹാഗുരുക്കന്മാരായ അയ്യ വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, ശ്രീ നാരായണഗുരു സ്വാമികൾ തുടങ്ങിയ പല മഹത്തുക്കൾ ഇവിടെ താമസിച്ച് സാധനകൾ നടത്തിയിരുന്നു. മരുന്ന് വാഴും മല എന്നും പറയപ്പെടുന്നു. മരുത്വമല പുരാണം എന്നൊരു കൃതിയെക്കുറിച്ച് പറഞ്ഞു കേട്ടു. ലഭ്യമല്ല. സ്വയം പൂർണ്ണാനന്ദ സ്വാമികൾ, പട്ടാളം സ്വാമികൾ സ്വരൂപാനന്ദ സ്വാമികളുടെ ഗുരുനാഥനാണ്. അധികമായി വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. പട്ടാളത്തിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഔദ്യോഗിക കാലത്ത് സ്വാമികളെ തിരക്കി അദ്ദേഹത്തിൻ്റെ മുറിയിൽ ചെന്ന് സഹപ്രവർത്തകർ കണ്ടത് സ്വാമികൾ വലിച്ചു കെട്ടിയിരിക്കുന്ന ഒരു ചെറു ചരടിൽ സുഖമായി കിടന്നുറങ്ങുന്നതാണ്. വിവരമറിഞ്ഞ് പട്ടാള മേധാവി സ്വാമികളെ വന്ന് കണ്ട് നമസ്കരിച്ചു അത്രേ. അക്കാലത്ത് വിജന പ്രദേശത്ത് ധ്യാനത്തിൽ മുഴുകി ഇരിക്കുന്ന സ്വാമികൾ കുട പോലെ
കത്തിയൊടിഞ്ഞു നിൽക്കുന്ന സർപ്പത്തെ കണ്ടതായി സഹപ്രവർത്തകർ പറഞ്ഞിരുന്നു അത്രേ. സ്വാമികൾ സമാധി പൂജകൾ സമയത്താണ്. ശ്രീമതി ഓമനത്തുങ്ക പ്രസിദ്ധനായ നടനും സാഹിത്യകാരനും ഒക്കെയായിരുന്ന തിക്കുറിശ്ശി സുകുമാരൻ നായരും സഹോദരിയാണ് മുൻ കളക്ടർ. പേര് ക്ലിയർ ആയില്ല. ഓമന കുഞ്ചമ്മ. തിക്കുറിശ്ശി സുകുമാരൻ നായരുടെ സഹോദരിയാണ് മുൻ കളക്ടർ. സ്വരൂപാനന്ദ സ്വാമികൾ, പട്ടാളം സ്വാമികൾ ശിഷ്യൻ സ്നേഹത്തിൽ ആൾരൂപമായിരുന്ന ഗുരുനാഥനായിരുന്നു. ശ്രീ ശിവൻ ചേട്ടൻ്റെ ഗുരുനാഥനാണ്. വളരെയേറെ കാലം അദ്ദേഹം മരുത്തുവാമലയിൽ കഴിഞ്ഞത്. ഔഷധ സസ്യങ്ങളെക്കുറിച്ച് അഗാധ ജ്ഞാനമുണ്ടായിരുന്ന പല ഔഷധ യോഗങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. തൻ്റെ മഹത്വം പുറമേ പ്രകടിപ്പിക്കാതെ സാധാരണക്കാരുമായി ഇടപഴകി കഴിഞ്ഞു. പുന്നാമുകളിൽ പൂജപ്പുരയാണ് സമാധി. ഭക്തൻ പരമേശ്വരപിള്ള ഈശ്വരാമൃതം അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. കഴിഞ്ഞ തലമുറയിൽ അറിയപ്പെടുന്ന ഒരു തപോനിഷ്ഠൻ. നിരവധി യാത്രകൾ, പലതും കാൽനടയായി, മഹാക്ഷേത്രങ്ങളിൽ വചന പാർക്കൽ, കീർത്തനാലപം, കാവ്യ പ്രബന്ധ രചനകൾ, സത്സംഗങ്ങൾ എന്നിവയിൽ മുഴുകി. ഭക്തൻ എന്ന സ്ഥാനപ്പേര് അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ആദരപൂർവ്വം നൽകിയതാണ്. അദ്ദേഹത്തിൻ്റെ ഈശ്വര സേവാമൃതം ചന്ദ്ര പ്രസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് തിരുവനന്തപുരം. ഇപ്പോൾ ലഭ്യമാണ്. ശ്രീകണ്ഠേശ്വരം അപ്പനായിരുന്നു അതിൻ്റെ എല്ലാം. ശ്രീകണ്ഠേശ്വരം പരമേശ്വര പിള്ള എന്നും അറിയപ്പെട്ടിരുന്നു. സാധു ഗോപാലപിള്ള സ്വാമി, ബ്രഹ്മനിഷ്ഠനായ ഗുരുനാഥൻ സ്വാമികളുടെ ഉപദേശങ്ങളും ക്ലാസുകളും ക്രോഡീകരിച്ച് തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്ന വേദാന്ത ഗ്രന്ഥമാണ് അരുൾമൊഴികൾ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് നിരവധി ഗ്രന്ഥങ്ങളിൽ സ്വാമികളെക്കുറിച്ച് ആധികാരികമായി പരാമർശിച്ചിട്ടുണ്ട്. ശരറാന്തൽ ഫോട്ടോകോപ്പിയുണ്ട്. ശ്രീ എം രചിച്ച പ്രസിദ്ധമായ ഗുരുസമക്ഷം എന്ന പുസ്തകം. സമാധി വട്ടിയൂർക്കാവ് 3-ാം മൂടാണ്. സാധു ഗോപാലപിള്ള സ്വാമി ഭക്തസംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഓരോ 2 വർഷം കൂടുമ്പോഴും ഉത്തരകാശി ആദിശങ്കര ബ്രഹ്മ വിദ്യാപീഠത്തിലെ സ്വാമികൾ ഹരിബ്രഹ്മേന്ദ്ര സ്വാമികൾ നയിക്കുന്നു. ഉപനിഷത്ത് വിചാര സംഗമം തിരുവനന്തപുരത്ത് നടത്തപ്പെടുന്നു. റെഫറൻസ് പുസ്തകം ഈശ്വര സേവാമൃതം, ഭക്തൻ പരമേശ്വരൻ പിള്ള, കോംബെ ചരിത്രം, സ്വയം പ്രകാശ ശ്രമ പ്രസിദ്ധീകരണം, ശരറാന്തൽ, തിരുവല്ലം ഭാസ്കരൻ നായർ. അൻപേ ശിവം അറിവേ ശിവം വന്ദേ ഗുരു പരമ്പര. ഈ എളിയ ലേഖനം വിനയപൂർവ്വം ഗുരുപാദങ്ങളുടെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. മഹാഗുരു പരമ്പരയുടെ അമൂല്യമുക്കായി പ്രദർശനം. സദാശിവസനം ആരംഭം, ശങ്കരാചാര്യ മധ്യമം, വന്ദേ ഗുരു പരമ്പര. വേണു കുരാപ്പള്ളി. നമ്പർ മൊത്തം തെളിഞ്ഞിട്ടില്ല. പേജ് നമ്പർ 7. ഇത് വാട്സാപ്പിൽ എനിക്ക് അയച്ചു തന്നതാണ് സമാധിയുടെ അവിടെ നിന്ന്. അപ്പോൾ ഈ ശ്രീനാരായണ ഗുരുവും മായമ്മയും കുറിച്ചുള്ള ഒരു കൂടിക്കാഴ്ച ശ്രീനാരായണ ഗുരുവിൻ്റെ ബുക്കിൽ പറയുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് പലരോടും ചോദിച്ചിട്ട് അറിയത്തില്ല. അപ്പം അത് അന്വേഷിച്ച് പോയ യാത്രയിലാണ് ഇത്രയും കിട്ടിയത്. ഇനി ആ തലമുറയിൽ ഉണ്ടായിരുന്ന 4-ാം തലമുറ 5-ാം തലമുറ ആൾക്കാരോട് ചോദിച്ചാൽ എന്തെങ്കിലും വിവരം കിട്ടുമോ എന്നുള്ളത് അന്വേഷണത്തിലാണ്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. ഞാൻ ചോദിച്ചിടത്തോളം കേരളത്തിൽ പലരോടും ചോദിച്ചിട്ട് ആർക്കും അതിനെക്കുറിച്ച് ഒരറിവും ഇല്ല. അപ്പോൾ അതിൻ്റെ അന്വേഷണത്തിലാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആത്മീയ പ്രഭാഷണങ്ങൾ ഒരു 500ഓളം പ്രഭാഷണം ഞാൻ നടത്തിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അയച്ചു കൊടുക്കുക. കമൻറ്റോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണമെങ്കിൽ എൻ്റെ ഫോൺ നമ്പറും ഇതുമെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പും ഉണ്ട്. താങ്ക് യു.